ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വിദേശത്ത് വെച്ചിട്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തത് വിദേശത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്തു, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഡൗട്ട്സ് ഉള്ള ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബ്രൗസറിൽ portal6.passportindia.gov.in നമ്മൾ സെർച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് രാജ്യത്തുള്ള എംബസി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ അതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക. നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൽ ചോദിക്കുന്ന എല്ലാ സ്റ്റെപ്സും നമ്മൾ തെറ്റുകൂടാതെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അതിൽ ഫില്ല് ചെയ്യണം. നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അതിൽ ഓൺലൈൻ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തത്. അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മൾ പ്രിൻ്റ് എടുക്കണം. അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോളണ്ടിൽ വെച്ചിട്ടാണ് എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തത്. അപ്പോൾ ഇതിൽ റെസിഡൻസ് കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ റിന്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിൽ അതിന് പകരം പോളണ്ടിൽ ഒരു യെല്ലോ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് രാജ്യത്താണോ അപ്പോൾ അവിടുത്തെ എംബസിയിലേക്ക് നമുക്ക് അവരുടെ കോൺടാക്റ്റിൽ നമുക്ക് അവർക്ക് മെയിൽ അയച്ച് ചോദിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഉള്ള ഡോക്യുമെൻറ്റ്സ് ഇതാണ്, റെസിഡൻസ് കാർഡ് ഇല്ലെങ്കിൽ റെസിഡൻസ് കാർഡ് ഇല്ല, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചാൽ അവർ നമുക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ഡോക്യുമെൻറ്റ്സാണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് നിങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. പിന്നെ തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.